നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ടീം ആയാലും ഒരു കളിക്കാരനായാലും എന്താ പറയുക, ഇംഗ്ലീഷിൽ അതിനൊരു സെൻസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയും. നിങ്ങൾക്ക് ഇത് നമ്മുടെ കാലാണ് എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ വരും. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതിന് എല്ലാവർക്കും ക്രെഡിറ്റ് കൊടുക്കണം. അത് കോച്ചിന്റെ മാറ്റങ്ങൾ മാത്രമല്ല, കളിക്കാർക്കും ആ വിശ്വാസം വേണം. അവരും ഒരിക്കലും തളർന്നിട്ടില്ല. ഒരു സൈഡ് ശരിയാണ്, പിന്നോട്ട് ഇങ്ങനെ പോയി. പക്ഷെ അത് മുതലെടുക്കാനുള്ള എന്താ പറയുക, ഒരു വാശിയോടുകൂടി അർജന്റീന കളിച്ചു ആ അവസാനത്തെ 40 മിനിറ്റ്. അതിപ്പോ എൻസോ ഫെർണാണ്ടസ് ആയാലും മെക്കാലിസ്റ്റർ, പ്രത്യേകിച്ച് മെക്കാലിസ്റ്ററിന്റെ ലീഗ് സീസൺ ദുരന്തമായിരുന്നു ശരിക്കും. പക്ഷെ ആ മെക്കാലിസ്റ്റർ അല്ല നമ്മൾ ഇന്നലെ കണ്ടത്. 2 തവണ പോസ്റ്റ് തട്ടി, പല നല്ല പൊസിഷൻസും എടുത്തു, മെസ്സി ആയിട്ടൊക്കെ ലിങ്ക് അപ്പ് ചെയ്യാൻ മിടുക്കനായി കളിച്ചു. അപ്പൊ എല്ലാ കളിക്കാരുടെ ഭാഗത്തു നിന്നും ആ ഒരു എന്താ പറയാ, ആ ഒരു വാശി ഉണ്ടായിരുന്നു. ഈ ഇതിലിപ്പം ഫൈനലിലേക്ക് പോകുമ്പോൾ, ഫൈനലിനെ പറ്റി നമുക്ക് വിശദമായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് സംസാരിക്കാം. എന്നാലും അതിൽ പോകുന്ന സമയത്ത് സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടുന്ന സമയത്ത് അർജന്റീനയ്ക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലല്ലേ? സ്പെയിനിന്റെ കോൺഫിഡൻസ് ലെവൽ ഒട്ടും കുറവായിരിക്കില്ല. അവർ ഫ്രാൻസിനെ അങ്ങനെയാണ് തോൽപ്പിച്ചത്. എന്താ പറയുക, ഒരു ഈ ബോക്സിംഗ് മാച്ചിൽ പറയും, ഒരാൾക്ക് മറ്റയാളുടെ മേലെ ഒരു പോറൽ പോലും ആക്കാൻ പറ്റിയില്ല. അതുപോലെയായിരുന്നു ഫ്രാൻസ് സ്പെയിൻ മത്സരം. സ്പെയിൻ ഫൈറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് തോന്നില്ല, അത്രയും ക്ലീൻ ആയിട്ട് തീർത്തു അത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, വളരെ വ്യത്യസ്തമായ 2 ടീംസാണ്. ഒന്ന് മുഴുവൻ ഇവിടെയാണ്, മറ്റേത് മുഴുവൻ ഇവിടെ. അപ്പൊ അതൊരു ആ ഒരു ക്ലാഷ് ഓഫ് സ്റ്റൈൽസ് കാണാൻ വളരെ നല്ല രസമായിരിക്കും. പക്ഷെ ഇന്നലെ അർജന്റീന ആദ്യത്തെ 60 മിനിറ്റ് കളിച്ച പോലെ കളിച്ചാല് അത് സ്പെയിൻ അത് അങ്ങനെ വെറുതെ വിടില്ല. പിന്നെ ഒരിക്കലും സ്പെയിൻ ബാക്ക് ഫുട്ടിലേക്ക് പോകാൻ പോകുന്നില്ല. ഫ്രാൻസിന്റെ എതിരെ നമ്മൾ അതാ കണ്ട, അവർക്ക് അവരുടെ ഒരു രീതി ഉണ്ട്. ക്വിക്ക് പാസിങ്, ട്രയാങ്കിൾസും, അവരുടെ ഓഫ് ദ ബോൾ കളിയാണ് ഭയങ്കരം. എല്ലാ കളിക്കാരനും അറിയാം അടുത്ത പാസ് റിസീവ് ചെയ്യാൻ എവിടെ വരണം, എപ്പോൾ ഓടണം, ഇതൊക്കെ അറിയാം. അപ്പൊ അത് കാരണം അവർക്ക് ആ മെത്തേഡിൽ, അതിപ്പോ അവര് ഫ്രാൻസ് ആയാലും അർജന്റീന ആയാലും അത് മാറ്റാൻ പോകുന്നില്ല. അപ്പൊ അവരുടെ രീതിയിൽ കളിക്കും, അർജന്റീന അവരുടെ രീതിയിൽ കളിക്കും. അപ്പൊ അതൊരു ഭയങ്കര ഒരു കോൺടെസ്റ്റ് തന്നെ ആയിരിക്കും.